നമ്മുടെ കയ്യിൽ കുറെ ചെടികൾ കാണുവേ, പക്ഷെ അതിൽ ഭംഗി ശരിക്കും അറിയണത് നമ്മളത് നല്ല ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ്. കഴിഞ്ഞ വീഡിയോയില് മുകളിലത്തെ സ്റ്റെപ്പിൽ ഞാൻ വെച്ചിരിക്കണതൊക്കെ കാണിച്ചായിരുന്നു. ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ കുറച്ച് പൂക്കളുടെ ജർബറയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് വെക്കണത്. 2-3 വർഷങ്ങളായിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ എൻ്റെ ജർബറ കളക്ഷൻസ് ആണ് ഞാൻ എപ്പോഴും വെക്കല്. എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന രാവിലെ ഒരു 11 മണി വരെ ഉള്ള വെയിലൊക്കെ മതിയാവും. ഈ കഴിഞ്ഞ ദിവസം മുട്ടുകളില്ലാത്ത എല്ലാ ചെടിയും ഞാൻ നല്ല രീതിയിലൊന്ന് വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലേ അത് ബുഷിയായിട്ട് പിന്നെ വളരുള്ളൂ. മാസത്തിലൊരിക്കൽ നല്ലൊരു വളവും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 പൂക്കളൊക്കെ വെച്ച് ഇവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ അമ്മയുടെ 2 ഫേവറേറ്റ് ചെമ്പരത്തിയും വെക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചപ്പോൾ സ്നേക്ക് പ്ലാന്റ് മറിഞ്ഞുപോയി. അതുകൊണ്ട് അത് സ്നേക്ക് പ്ലാന്റ് എടുത്ത് അടിയിലേക്കും ചെമ്പരത്തി എടുത്ത് മുകളിലുമാണ് വെക്കണം. ആ ചെമ്പരത്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കും. ഇവിടെ അത് പറഞ്ഞ് അമ്മയായിട്ട് നല്ല അടിയ, അതുകൊണ്ടാണ് അത് അത്ര ബുഷിയായിട്ട് അവിടെ നിൽക്കണതും. എനിക്ക് കൂടുതൽ ഇലകൾ ഇങ്ങനെ തിങ്ങി നിൽക്കണതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് കോല് പോലെ നിർത്താതെ എപ്പോഴും ഞാൻ വെട്ടി ഒന്ന് ബുഷിയാക്കി നിർത്തും. എല്ലുപൊടിയാണ് എൻ്റെ ചെടികളുടെ മെയിൻ. അതിൻ്റെ കൂടെ മുട്ടയുടെ തൊണ്ട്, അരി കഴുകിയ വെള്ളമൊക്കെ അമ്മ വന്നൊഴിക്കാറുണ്ട്. അധികം വിലയൊന്നുമില്ലാത്ത ഒരു വളമാണ് എല്ലുപൊടി. പക്ഷെ അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇലകളൊന്ന് നിറയണം, പിന്നെ പൂക്കളൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ് കാണാൻ.